ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി ഞാൻ യൂട്യൂബ് വീഡിയോയിൽ വന്നിട്ട് സ്വാഗതം പറഞ്ഞിട്ടല്ലേ കുട്ടി. ഇങ്ങനത്തെ ഒരു ലോങ് വീഡിയോ കുറേ ദിവസമായി ഈ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടാ. അപ്പോൾ നമ്മൾ ഇപ്പം എന്താ വെറുതെ ഇരിക്കുന്നുണ്ട്. ഇവിടേക്ക് ടൈം പോകുന്നില്ല, എനിക്കും ടൈം പോകുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടല്ലേ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളതാ ഈ സാരി ഉടുപ്പിക്കലാണ്. ഇതാ അതിമനോഹരമായി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു. എൻ്റെ സ്വന്തം ഷാൾ സാരിയാണിത്. അപ്പോൾ ഇതിൻ്റെ പേര് തന്നെ ഷാൾ സാരി എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷാൾ സാരി വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ നിങ്ങൾക്ക് എന്താ മെസ്സേജ് അയക്കാട്ടോ, എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. കാരണം ഉടുത്താൽ തന്നെ അങ്ങ് ഊരിപ്പോകുന്ന പോലത്തെ ഫീൽ ഉള്ള സാരി ഇട്ടെന്ന് പറഞ്ഞാൽ അത്രക്കും സോഫ്റ്റാണ്. എന്താ പറയുക, ഇതിനെ അത്രയ്ക്ക് സോഫ്റ്റ് മെറ്റീരിയലാണ് ഗൈസ്. വെറും 3399 രൂപ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ സാരി, ഈ അത്ര മനോഹരമായിട്ടുള്ള സാരി ഞാനൊന്ന് ഈ കുട്ടിക്ക് ഉടുപ്പിച്ച് കാണിക്കാം കേട്ടോ. നമ്മളെ മോഡൽ വരൂ മോഡൽ മുട്ടായി തോന്നുന്നുണ്ട് കേട്ടോ. മുട്ടായി തോന്നുന്നത് തിരക്കിലാകുമ്പോൾ നമ്മൾ അങ്ങനൊന്നും വരില്ല. മുട്ടായി കഴിഞ്ഞിട്ട് ഞങ്ങൾ വരും. അപ്പം നമ്മളെ മോഡലിന് അത്ര വെയിറ്റ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ കുട്ടിയേ മുട്ടായി തീർന്നാ എല്ലാവരും കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. എന്നാലും ഞാൻ വരും എന്നുള്ള വാശിക്കാന്നുള്ളത്. അപ്പം നമുക്ക് ഈ സാരി, ഈ മനോഹരമായിട്ടുള്ള സാരി എന്ത് ചെയ്യുക, ഈ കുട്ടിക്കൊന്ന് ഉടുത്ത് കാണാം കേട്ടോ. ഉടുത്ത് കാണാം എങ്ങനെ ഉണ്ടാവുന്നു. അപ്പോൾ ഇതാ നമ്മൾ റെഡി ആയിരിക്കുകയാണ്. എൻ്റെ മോഡൽ റെഡി ആയിരിക്കുകയാണ് സാരി ഉടുക്കാൻ വേണ്ടിയിട്ട്. റെഡി അല്ലേ കുട്ടീനി? ആ, റെഡിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സാരി പുതിയ ഫാഷനാട്ടോ. ഇപ്പം ഇറങ്ങിയ എൻ്റെ സാരി കേട്ടോ. ഇത് നോക്കിയേ, ഈ ഷാളൊക്കെ സോറി, ആ സാരി എനിക്ക് തരില്ല കേട്ടോ. അത് ഷാളല്ല, സാരിയാണ്. ഈ കുട്ടീൻ്റെ സാരിയാണ്, എൻ്റെ ഷാളാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ കുട്ടീനെ സാരി ഉടുപ്പിച്ച് കഴിയാം. ബായ് കുട്ടി, വാ നമുക്ക് സാരി ഉടുക്കാമല്ലോ. ഈ കുട്ടീനെ ഞാൻ സാരി ഉടുപ്പിച്ചിട്ട് നിങ്ങൾക്ക് സുന്ദരിയാക്കി കാണിച്ചു തരാം കേട്ടോ. ഈ കുട്ടീനെ നമുക്ക് സുന്ദരിയാക്കാം. വാ, കമോൺ. ഞാൻ ഈ കുട്ടിക്ക് ഇത് നോക്കി ഉടുത്ത അഴിഞ്ഞ് വീഴുന്ന പോലത്തെ സാരിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വാങ്ങിക്കണം. എന്താ അത്രയും സോഫ്റ്റാണ്. 3399 രൂപയില്ലു ഗൈസ്. അപ്പം എല്ലാവരും മേടിക്കണം. അപ്പോൾ നമ്മളെ മോഡൽ റെഡി ആയിട്ടുണ്ട്. നമ്മളെ മോഡലിന് നമ്മൾ സാരി ഉടുക്കാൻ പോവുകയാണ് ഗൈസ്. സാരി ഉടുക്കാൻ പോവുകയാണ്. അങ്ങനെ ചെയ്തു ആയിക്കൂടാ പ്ലീസ്. അച്ഛൻ പോവാലോ, ടാറ്റ പോവാലോ. എൻ്റെ ഗൈസ് ഇന്നലെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എനിക്ക് കുറച്ച് മുട്ടായി തന്നോ പ്രശ്നമില്ല. നോക്കിപ്പോൾ കയ്യിൽ മുട്ടായി ഉണ്ട്, അത് തിന്നാൻ പറ്റാതെ ടെൻഷൻ ഉണ്ട് കേട്ടോ. തിന്നോ, പ്രശ്നമില്ല. ആരോട് നിങ്ങൾക്ക് ഏടുന്ന് കിട്ടും. പക്ഷെ ഞാൻ റേറ്റ് പറഞ്ഞിട്ടല്ല ഇതിൻ്റെ. വെറും 3399 രൂപക്കാണ് ഗൈസ് ഞാൻ നിങ്ങൾക്ക് ഈ സാരി തരാൻ പോകുന്നത്. ഉടുത്താൽ തന്നെ താഴെ അപ്പം തന്നെ വീഴുന്നത്. എന്ന് വെച്ചാൽ അത്രക്കും സോഫ്റ്റുള്ള സാരിയാണ്. അപ്പോൾ എവിടെ നിന്ന് കിട്ടും? വെറും 3399 രൂപക്ക് ഇത്ര നല്ല സാരി അല്ലേ? അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ഓർഡർ ചെയ്യട്ടെ. ശരിക്കും പറഞ്ഞാൽ 10 പീസേ ഇല്ലൂ ഇതിൻ്റെ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പാടനെ എല്ലാവരും ബുക്ക് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ 10 ആക്കി എനിക്ക് കൊടുക്കാൻ പറ്റൂത്ര. അതുകൊണ്ട് ഞാൻ പറയാന്ന്. പിന്നെ ഇതേപോലത്തെ മോഡൽ കിട്ടുമെന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാന്ന്, പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം. ഫസ്റ്റ് ആഴ്ച 10 ആക്കായിരിക്കും. ഫസ്റ്റ് ആഴ്ച 10 ആക്ക് ഈ സാരി കിട്ടും. പിന്നെ സാരി കിട്ടിയിട്ടാണ് പരാതി പറഞ്ഞാൽ എനിക്ക് പറ്റൂല പൈസ, എനിക്ക് പറ്റൂല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. വെറും 10 പീസേ ഇല്ലൂട്ടാ ഇതിൻ്റെ. നല്ല അടിപൊളി സാരിയാണ്. ഇപ്പോൾ ഞാൻ ഉടുപ്പിച്ച് കാണിച്ചു തരാം. സേഫ്റ്റി പിന്നില്ലാതെയും നമുക്ക് സാരി ഉടുക്കാനുള്ള ഐഡിയ കാണിച്ചു തരാം കേട്ടോ. നീ നോക്കണം, തിരിയടി കൊടുക്ക് ശരിക്ക്. പിന്നെ ഞാനിപ്പോൾ സുന്ദരിയാക്കിയിട്ട് ഇപ്പം നമ്മളൊക്കെ എന്താക്കാണ്ട് അങ്ങനെ കുത്തണ്ട. അപ്പം നമുക്ക് സാരി ഉടുക്കണ്ടേ അല്ലേ? സേഫ്റ്റി പിന്നില്ലാതെയും സാരി ഉടുക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് ഈ കുട്ടിനെ ഈ ഇതുണ്ടല്ലോ, എന്താ അതിലൊരു ബള്ളി ഇങ്ങനെ കിട്ടുന്നത്, അതിലൊന്ന് ഞാൻ ഇങ്ങനെ ഒരു അറ്റം പെട്ടി കൊടുത്തിട്ടുള്ളത്. സേഫ്റ്റി പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാന്ന് തോന്നുന്നു. പക്ഷേ ഈ സാരിയെല്ലാം ഉടുക്കാനുണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം ഞാൻ സേഫ്റ്റി പിന്നെല്ലാം എടുത്തിട്ട് പറ്റില്ലേ. നമുക്കിനിതാ ഈ ഞൊറി പൊടിക്കാം കേട്ടോ. വാട്ട്സ് ഞൊറി മാൻ എന്ന് പറഞ്ഞ പോലെ കേട്ടോ. വാട്ട്സ് ഞൊറി മാൻ. ഇവിടെ സേഫ്റ്റി പിന്നെ വേണമെന്ന് ആവശ്യമില്ല. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇതെന്താ നമ്മളെ പൂച്ചൂടുന്ന ക്ലിപ്പ് ഇട്ടാ. പൂച്ചിൻ്റെ ബ്ലൗസ് ഇതുപോലെ അടിച്ചാലായിരിക്കും കേട്ടോ മാച്ച് എന്ന് പറയുന്നത്. എനിക്ക് എന്താ സോഫ്റ്റ്. ഇതിൻ്റെ മുന്താണിയൊക്കെ അങ്ങ് ലയിച്ച് പോകുന്നുണ്ടെന്ന് അറിയാം ശരിക്കും പറഞ്ഞാൽ. കണ്ടോ നമ്മുടെ മോഡൽ സാരി ഉടുത്ത് കഴിഞ്ഞിരിക്കുന്നുണ്ട്. മോഡൽ വെച്ച് മുട്ടായി തോന്നുന്നുണ്ട് കേട്ടോ. അതിൻ്റെ തിരക്കിലാണ് മോഡൽ. നിങ്ങൾ വിചാരിക്കുന്നത് സേഫ്റ്റി പിന്നില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് സ്ലൈഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ. കഷ്ടപ്പാട്. പിന്നെ എന്താ ചെയ്യുക, സേഫ്റ്റി പിന്നെ ഞാൻ കുറേ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. പിന്നെന്താ ചെയ്യുക, ഈ
ക്ലിപ്പ് ഈ എന്താ പൂ കുത്തുന്ന ക്ലിപ്പ് ഇട്ടാ. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബാഗിലുണ്ടായതാണ്. ഇതെല്ലാം ഉണ്ട്, പക്ഷെ സേഫ്റ്റി പിന്നില്ല എൻ്റെ കയ്യിൽ. അപ്പം ഇത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. സാരി എങ്ങനെയായാലും ഉടുക്കും ഞങ്ങൾ. അല്ലേ കുട്ടിയെ? അല്ലേ കുട്ടിയെ? ആ അല്ലേ കുട്ടിയെ? നമ്മളങ്ങ് സുന്ദരിയാവാൻ പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് വെയിറ്റ് നമ്മളങ്ങ് സുന്ദരിയാവാൻ പോകുന്നുണ്ട്. ഇന്നലെ ഈ സാരിയെല്ലാം ഉടുത്തിട്ടാണ് അപ്പം അക്കരെ കാവിലെ ചക്കര മാവിലെ പാട്ടും പാടിക്കൊണ്ടേത്. എന്താ തിരിഞ്ഞേ ഒന്ന് തിരിഞ്ഞേ. എൻ്റെ മുന്താണി നോക്കി, എന്താ രസം അല്ലേ? ഇവളൊന്ന് സുന്ദരിയായിട്ട് സ്മൈലാക്കി. രസമായ സാരി ഉടുത്തത്. എന്താ നല്ല ഉടുത്താൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന സാരിയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ ഓർഡർ ചെയ്യാതാന്നൊക്കെ നമ്മളെ മോഡൽ റെഡി ആയി കഴിഞ്ഞു, സുന്ദരി ആയി കഴിഞ്ഞു സാരി ഉടുത്തിട്ട്. അല്ലേ? സുന്ദരിയായില്ല. എനിക്ക് മുട്ടായി വേണ്ട. ഒരു മുട്ടായിലുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സാരി ഉടുക്കുന്നതൊന്നുമില്ല. ഓക്കെ, പിന്നെ ഞാൻ വേണമെങ്കിൽ സാരി ഉടുപ്പിച്ച് തരാം കേട്ടോ. നോക്കി എത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ ഇങ്ങനെ സാരി ഉടുപ്പിച്ചും തരും. അതുകൊണ്ട് സാരിയും അതുപോലെ ഈ സാരിയും ഒപ്പം ഞാൻ സാരി ഉടുപ്പിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മേക്കപ്പ് ഒക്കെ ഞാൻ ചെയ്തു തരാം കേട്ടോ. വേണമെങ്കിൽ എന്നോട് എന്താ എൻ്റെ ഇതിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഊരരുത് വെറും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സാരി എന്ത് ചെയ്യുക, ഓർഡർ ചെയ്യുക. ഇപ്പം എന്താ പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു 4-5 പീസേ ഇല്ലു ഇതിൻ്റെ. അപ്പോൾ പെട്ടെന്ന് അങ്ങ് സെയിൽ ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ മെസ്സേജ് അയക്കുക. ഞാൻ സാരി നിങ്ങൾക്ക് തരുന്നതാണ്. അയ്യോ ഊരരുത്, നാണക്കേട്. ഇല്ലെങ്ങനെ സാരി എടുത്തിട്ട് ഡാൻസ് കളിക്കുന്നത് ഈ കുട്ടി? അക്കരെ ഈ സാരിയിൽ ഊരി വീഴുന്നുണ്ട്. ഗൈസ് ഇഷ്ടപ്പെട്ടോ ചോദിക്കും. സാരി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണോ, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടാ. പറയും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ. അപ്പൊ ഓക്കെ, ഒന്നുകൂടി ഞാൻ എൻ്റെ സുന്ദരി കോതയെ കാണിച്ചാൽ. സുന്ദരി കോത ഞാൻ പറഞ്ഞിട്ട് ഉടുത്താൽ തന്നെ അഴിഞ്ഞു വരുന്ന സാരിയാണ്. അപ്പൊ ഇന്ന് വെറുതെ അല്ലെങ്കിൽ ഫൺ ടൈം എന്ന് പറയുന്നത് വെറുതെ തമാശയൊക്കെ എടുത്ത വീഡിയോസാണ്, വേറെ ഒന്നുമില്ല. നമുക്ക് എപ്പോൾ സമയം എന്ന് പറയുന്നത് 10:30 മണി കഴിഞ്ഞിട്ടോ രാത്രി. ഇവള് എന്താ ടി വി ഒക്കെ മാഷ് അടിക്കുന്നതായത് ഒന്ന് ഒഴിവാക്കണം, പിന്നെ ഒന്നിനും സമ്മതിക്കുന്നില്ല. വെറുതെ പുറത്ത് മറ്റാറ്റ പോവാന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ വെറുതെ ഇല്ലെങ്കിൽ നമുക്ക് സാരി എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെ എടുത്ത വീഡിയോ, ഫൺ ടൈമിന് എടുത്ത വീഡിയോ കേട്ടോ. അപ്പം എന്തായാലും നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇവിടെ ടാറ്റ പറയ്. വേഗം വാ അത് വരാൻ പറ്റിയിട്ട്. ഓക്കെ ടാറ്റാ.